യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. രണ്ടർത്ഥം നമുക്ക് വേണമെങ്കിൽ അതിലെടുക്കാം. ഒന്ന്, ന്യായവിധി. രണ്ട്, ഉണർവിൻ്റെ തീ. യേശു പറഞ്ഞ ആ വാക്കിന് രണ്ടർത്ഥമുണ്ട്. അതായത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്കോ അത് ന്യായവിധിയല്ല, അത് ഉണർവാണ്, അത് ദൈവശക്തിയാണ്. ഈ കല്ലിന്മേൽ ആരെങ്കിലും തട്ടിയാൽ ചിലർ ധൂളിയായി പോവും, അതവർക്ക് ഇടർച്ച കല്ലാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ കല്ലോ അത് വീട് പണിയുന്നവർക്ക് അത് മൂലക്കല്ല് തന്നെയാണ്. വീട് പണിയാത്തവർക്ക് അത് ഇടർച്ചക്കല്ലാണ്, വീട് പണിയുന്നവർക്ക് അത് മൂലക്കല്ലാണ്. യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. ലൂക്കോസ് 13:49 വാക്കാണ്. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിച്ചാൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകുമെന്ന് പത്രോസ് ചോദിക്കുന്നുണ്ട്. യേശു ഭൂമിയിലേക്ക് വന്നത് ന്യായവിധി മനുഷ്യർക്ക് കൊണ്ടുവരാനല്ല. എന്നാൽ ന്യായവിധി എന്നതോ, യേശു ഭൂമിയിലേക്ക് വന്നിട്ടും മനുഷ്യർ യേശുവിനെ അംഗീകരിക്കാത്തതാണ് ന്യായവിധി എന്നത്. എന്നാൽ യേശു ആഗ്രഹിച്ച ഒരു തീയുണ്ട്. അതേതാണ്? നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം, നിങ്ങൾ എങ്ങോട്ടും പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. എന്നെ പോലെ ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അതുകൊണ്ടാണ് യോഹന്നാൻ എടുത്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ, എന്നാൽ എൻ്റെ പുറകെ വരുന്നവൻ തീയിൽ നിങ്ങളെ മുക്കിപ്പൊക്കും. ഒരു കൊല്ലൻ പച്ച ഇരുമ്പിനെ തീക്കകത്ത് മുക്കി പൊക്കിയെടുക്കുന്നത് ആലയിൽ നടക്കുന്ന സംഭവമാണ്. അതിനെ പഴുപ്പിച്ചെടുത്തിട്ട് അടിച്ചു പരത്തും, പച്ച ഇരുമ്പിനെ ഉരുക്കാക്കി മാറ്റും, അത് വൻ മരങ്ങളെ വെട്ടി വീഴ്ത്തും, തീയിൽ മുക്കിയെടുക്കും. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തീയിടുവാനാണ്. യേശു അതാണ് പറഞ്ഞ, ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. യേശുവിൻ്റെ ആഗ്രഹം അതാണ്. എല്ലാ സഭകളിലും ഉണർവിൻ്റെ തീ പിടിക്കട്ടെ, എല്ലാ കുടുംബങ്ങൾക്കും ഉണർവിൻ്റെ തീ ഉണ്ടാകട്ടെ, എല്ലാ വ്യക്തികൾക്കും ഉണർവിൻ്റെ തീ ഉണ്ടാകട്ടെ. ആത്മാവിൻ്റെ തീക്കകത്ത് മുക്കി പൊക്കിയെടുത്ത ഉണർവിൻ്റെ മനുഷ്യരായി നമുക്ക് തീരാം. നമ്മുടെ പ്രാർത്ഥന ഒരു തീയാകട്ടെ, നമ്മുടെ ആരാധന ഒരു തീയാകട്ടെ, നമ്മുടെ ഓരോ ചുവടുകളും തീയോട് ബന്ധമുള്ളതാകട്ടെ. അവർ തീ പിടിച്ചവരായിട്ടാണ് 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് പോയത്. ഇതുപോലെ നമ്മൾ പാടുന്ന ഓരോ പാട്ടും നമ്മെ തീ പിടിപ്പിക്കും. നമ്മൾ വായിക്കുന്ന ഓരോ വേദഭാഗവും പരിശുദ്ധാത്മാവ് നമ്മിൽ തീ പിടിപ്പിക്കും. നമ്മൾ കേൾക്കുന്ന ഓരോ പ്രസംഗങ്ങളും തീ പിടിപ്പിക്കുന്നതാകണം. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ദൈവം തീ പിടിപ്പിച്ച മനുഷ്യരുടെ പുസ്തകം വായിക്കണം. ചാൾസ് ഫിന്നി, ലെസ്റ്റർ സമ്രാൾ, അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ പുസ്തകങ്ങൾ, സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് വേണ്ട ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവരുടെ എല്ലാം പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാതെ നമ്മിൽ തീ പിടിക്കും. നമ്മെ തണുപ്പിക്കുന്ന ഒന്നും കേൾക്കാൻ നിൽക്കരുത്. തണുപ്പൻ പ്രസംഗങ്ങൾ, ടീച്ചിങ് കേട്ട് നമ്മൾ തണുത്തു പോകരുത്. കേൾക്കുമ്പോൾ ആഴമാണെന്ന് തോന്നും, എന്നാൽ നമ്മൾ തീ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതെല്ലാം നമ്മെ തീ പിടിപ്പിക്കും. അതിനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഇന്നത്തെ ആരാധനയിൽ ഒരു പുതിയ തീ കത്തുവാൻ, ഇന്നത്തെ വചനധ്യാനത്തിൽ ഒരു പുതിയ തീ കത്തുവാൻ എല്ലാവർക്കും കൃപയുണ്ടാകട്ടെ. ആമേൻ. You're here with the grace of the Savior, with the heart of the Father. You're all we need. You're here with the hands
hands of the healer, with the power of your spirit, you're all we need. At the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name, the silence, winds and waves, at the mention of your name. You're here, you're the provider, all I've ever needed, Jesus, you supply. You're here with wonder-working power. Everything you breathe on is coming back to life. At the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name, the silence, winds and waves, at the mention of your name. At the mention of your name, everything will change. I know every chain will break. Jesus, just a whisper of your name, the silence, winds and waves, at the mention of your name. You are my strength, you are my anchor, and you never fail. You are my hope, you will deliver. Emmanuel, you are my strength, you are my anchor, and you never fail. You are my hope, you will deliver. Emmanuel, at the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name, the silence, winds and waves, at the mention of your name. At the mention of your name, at the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name, the silence, winds and waves, at the mention of your name. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നഥനയേലിന്റെ ചരിത്രത്തിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഫിലിപ്പോസ് പോയി നഥനയേലിനെ വിളിച്ചുകൊണ്ടുവന്നു. നഥനയേലിനെ ആദ്യം അറിയേണ്ടത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ
പുറപ്പെടുന്നവനല്ല ആര്? നഥനയേൽ. വ്യക്തമായി ദൈവവചനത്തിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യമുള്ള മനുഷ്യനാണ് ആര്? നഥനയേൽ. അവൻ അറിയേണ്ടത് നന്മ വരുന്നത് അബ്രഹാമിന്റെ സന്തതിയിൽ നിന്നാണ്. നന്മ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. നന്മ വരുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തം തൻ്റെ ഏകജാതനായ പുത്രനാണ്, അല്ലെങ്കിൽ മശികയാണ്. മശിക വരുമെന്നുള്ളത് നഥനയേലിന് വലിയ ഉറപ്പാണ്. അപ്പോൾ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസ് പറഞ്ഞു, ഞാൻ വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്ന മശികായെ കണ്ടെത്തി. അത് നസ്രയത്തുകാരനായ ജോസഫിന്റെ മോനായ യേശുവാണ്. അപ്പൊ നസ്രയത്തുകാരൻ ജോസഫ് ആരാണ്? ആശാരിയാണ്. അവനെ ജീവിക്കാൻ മാർഗമില്ല, അവൻ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അവിടുന്നാണ് നന്മ. ഫിലിപ്പോസിന് ഇതിന് മറുപടി ഒന്നും പറയാല്ല. നീ വന്ന് കാണ്, നീ ഒരു പ്രാവശ്യം ഒന്ന് വാ. ഈ വെളിയിലിരുന്നാൽ നമുക്ക് പലതും വിമർശനമായിട്ട് തോന്നും. ചർച്ചിനെ കുറിച്ചാണെങ്കിൽ, ഒരു പ്രാർത്ഥനയെ കുറിച്ച് ഒത്തിരി നഥനയേലുമാര് വെളിയിൽ കിടപ്പുണ്ട്. അവര് ദൂരെ നിന്ന് നോക്കുമ്പോൾ അവർക്കത് മനസ്സിലാകില്ല. എന്നാൽ അങ്ങനെയുള്ള നഥനയേൽമാരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ വ്യക്തമായി പറഞ്ഞ് അവരെ കൊണ്ടുവരണം. അവർ വന്ന് കാണുമ്പോഴാണ്, ഈ സാന്നിധ്യത്തിലാണ് അവരുടെ ജീവിതം മാറുന്നത്. സാന്നിധ്യം. അപ്പോൾ സഭയിലേക്ക് ഒരാൾ വരുമ്പോൾ ആ സാന്നിധ്യത്തിലായാൽ ആ വ്യക്തിക്ക് പിന്നെ വിമർശിക്കാൻ പോലും പറ്റത്തില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാം തെറ്റായിട്ട് നോക്കും, എല്ലാം വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ട് നോക്കാൻ കഴിയും. എന്നാൽ ഇതിനകത്തോട്ട് വരുമ്പോഴാണ് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്മയാണെന്നും ഇതൊരാനന്ദമാണെന്നും സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണെന്നും ഇത് മനസ്സിലാകുന്നത്. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ 8 മണിക്കൂർ പ്രയർ തുടർന്ന് അതിപ്പോഴും നടക്കുന്നല്ലോ. സ്കൂൾ തുറക്കും വരെ ചർച്ചിലെ കൊച്ചുകുട്ടികള്, യൗവനക്കാര് അവരെങ്ങും പോയില്ല. അവരുടെ ഈ ലോകത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് അവരുടെ അവധിക്കാലം മുഴുവനും ചർച്ചിനകത്തെ ഒരു ഇടുങ്ങിയ മുറിയിൽ വന്നിരിക്കണമെങ്കിൽ അവിടെ എന്ത് കാണാനുണ്ട്? ഒന്നും കാണാനില്ല. എന്നാൽ എന്തുണ്ട്? അനുഭവിക്കാൻ ഒത്തിരിയുണ്ട്. ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് ദൈവകൃപ, കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധം, ദൈവസ്നേഹം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. ഫിലിപ്പോസ് പറയണ, വന്നു കാണ്. ഈ ദൂരെ നിന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതം മാറും. വന്ന് കയറി കഴിയുമ്പോൾ അവർക്കൊരു പുതിയ അനുഭവം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഒത്തിരി പേരെ നമുക്ക് വിളിക്കാൻ കഴിയട്ടെ. യേശുവിനെ വന്ന് കാണും. ഞങ്ങളുടെ ചർച്ച് വന്ന് കാണുന്നല്ല പറയേണ്ടത്, യേശുവിനെ അനുഭവിക്കാൻ എല്ലാവരും വരേണ്ടത് യേശുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. മോശയും ന്യായപ്രമാണവും പറഞ്ഞ, അല്ലെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞവനെ ഞാൻ വന്ന് കണ്ട് അനുഭവിച്ചതാണ്. ഫിലിപ്പോസിന് പറയാൻ അതാണ്. അങ്ങനെ നഥനയേൽ 47 വാക്യം 1 അധ്യായം യോഹന്നാനിൽ, നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ യേശുവിനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് നഥനയേൽ അതിശയമായി. എന്നെ ആരിതുപോലെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. എന്നെക്കുറിച്ചൊരു നല്ല വാക്കാരും പറയാലോ. എൻ്റെ ഹൃദയം വായിച്ചത് എങ്ങനെയാണ്? എവിടെ വെച്ച് എന്നെ അറിയും? ആരെങ്കിലും പറഞ്ഞോ? എന്നെക്കുറിച്ച് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞോ? അതിന് യേശു അവനോട് പറഞ്ഞത്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ
നീ അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് അത്തിയുടെ കീഴെ, യഹൂദന്മാരുടെ സംസ്കാരത്തിൽ അവർ അത്തിയുടെ കീഴെ ഇരുന്ന് വേദപുസ്തകം വായിക്കും. യഹൂദന്മാർ അവരുടെ വീട്ടുമുറ്റത്തുള്ള അത്തിയുടെ കീഴെ ഇരുന്ന് വേദപുസ്തകം വായിക്കുന്ന, ന്യായപ്രമാണ പുസ്തകം വായിച്ച് മശികായെ കാത്തിരിക്കുന്നവരവര്. അപ്പോൾ ആ കാത്തിരിപ്പ്, ഫിലിപ്പോസ് വിളിക്കും മുമ്പേ ഉള്ള എന്നെ നീ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഒരർത്ഥം. ഫിലിപ്പോസ് വിളിക്കും മുമ്പേ. മറ്റൊരു ചരിത്രം ഒരിക്കൽ ഒരു ദൈവദാസൻ പറയുന്നത് കേട്ടു. യേശുവും ഈ നഥനയേലും ഒരേ കാലഘട്ടത്തിലുള്ളവരാണ്, സമകാലികരാണ്. യേശു ജനിച്ച സമയത്ത് ഹെരോദ രാജാവ് 2 വയസ്സും അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ബേത്ലഹേമിൻ്റെ അതിരുകൾ ഉൾപ്പെടെ എല്ലായിടത്തും ആളയച്ച്, പട്ടാളക്കാരെ അയച്ചു കൊല്ലിച്ചു. റാമയിൽ വലിയ കരച്ചിൽ കേട്ടു എന്ന ഇരമ്യാവിലെ പ്രവചനം അങ്ങനെ നിവർത്തിയായി. യേശുവിനെ കൊല്ലാൻ നോക്കിയതാണ്. ആ കൂട്ടത്തിൽ, എല്ലാ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കൂട്ടത്തിൽ, നഥനയേലിൻ്റെ അമ്മ പട്ടാളക്കാരാ വീട്ടിലോട്ട് വരുന്നത് കണ്ട് മുൻവശത്തെ വാതിൽ പൂട്ടി പുറകുവശത്തെ വാതിലിലൂടെ ഈ കുഞ്ഞുമായിട്ട് ഓടിയെന്നാണ് ചരിത്രം. പട്ടാളക്കാരാദ്യം കതകിനിടിച്ചു, തുറന്നില്ല. ചവിട്ടി തുറന്നപ്പോഴേക്കും ഈ അമ്മ ഓടി. കരഞ്ഞുകൊണ്ട് ഓടുന്ന സ്വരത്തിൻ്റെ പുറകെ ഈ പട്ടാളക്കാർ ഓടിയെന്ന്. അങ്ങനെ ഓടി ഈ അമ്മ പല ഇടവഴികളിലൂടെ ഓടി. പിന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി. അതുപോലെ കുഞ്ഞിനെ ഒരു വശത്ത് ഒരു അത്തിയുടെ ഒരു പോതിനകത്ത് ആ തുണിയിൽ പൊതിഞ്ഞ് കിടത്തിയിട്ട്, ഈ കൈക്കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അമ്മ കരഞ്ഞുകൊണ്ട് ഇരുട്ടത്ത് വേറെ വഴിക്ക് ഓടി. അപ്പൊ പട്ടാളക്കാര് അതിൻ്റെ പുറകെ ഓടി. ഏതോ ഒരു മനുഷ്യൻ ഈ കുഞ്ഞിനെ എടുത്ത് വളർത്തി എന്നാണ് ചരിത്രം. അപ്പൊ ഇതിനെ ആ ദൈവദാസൻ പറഞ്ഞത്, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ഒരു കൺവെൻഷനിൽ ഈ ഒരു വലിയ ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകന്റെ കൂടെ വന്ന ഒരച്ഛൻ, രക്ഷിക്കപ്പെട്ടു വന്ന അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ കേട്ടത്. അതായത് യേശുവിൻ്റെ സമകാലികനായ ഈ നഥനയേൽ അത്തിയുടെ പോതിൽ കിടക്കുമ്പോൾ യേശു കണ്ടെന്നാണ് യേശു പറഞ്ഞത്. അതായത് സ്വന്തം അമ്മയ്ക്ക് പോലും സഹായിക്കാൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ ഇട്ടേച്ചു പോയപ്പോഴും, ഞാൻ കണ്ടതുകൊണ്ടാണ് കുഞ്ഞെ നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്നൊരർത്ഥമാണ് അന്ന് അച്ഛൻ പ്രസംഗിച്ചത്. എന്തുമാകട്ടെ, അത്തിയുടെ കീഴെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതും, ഇനി അമ്മ ഇട്ടേച്ചു പോയപ്പോഴും കർത്താവ് കണ്ടതും, ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാം. ഈ രണ്ട് സത്യം തന്നെ ആയിരിക്കാം. ഏതായാലും കർത്താവ് കണ്ടതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ജീവനോടെ ഇരിക്കുന്നത്. കർത്താവ് നമ്മെ ലോകസ്ഥാപനത്തിന് മുന്നമേ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ടതുകൊണ്ട് നമ്മളെന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്നാണ് പുറത്ത് വന്നത്. നമ്മൾ എത്രയധികം നാം കർത്താവിനോട് നന്ദി പറയണം. കർത്താവ് കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം തന്നെ എത്ര വലിയ അപകടമായി പോകും. നഥനയേൽ അതിശയിച്ചു പോയി. നഥനയേൽ അതിന് ഒരു മറുപടി പറഞ്ഞത്, നഥനയേൽ അവനോട് 49-ാമത്തെ വാക്യം, റബ്ബി, ഗുരുവേ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. നീ ദൈവപുത്രനാണ്. അപ്പൊ ആ കാലത്ത് യേശുവിനെ ദൈവപുത്രൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താകും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. യേശുവിനെ ക്രിസ്തു എന്ന് പറയാൻ പാടില്ല, ദൈവപുത്രൻ എന്ന് പറയാൻ പാടില്ല. നഥനയേൽ 2 കാര്യം പറഞ്ഞു. നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ്, നസ്രയത്തിൽ നിന്ന് നന്മ വരും. ഫിലിപ്പോസ് വിളിച്ചപ്പോൾ സംശയമായിരുന്നു. നേരെ വന്നപ്പോൾ മനസ്സിലായി, ഇത് വാസ്തവമായിട്ടും ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവ്. ഒരു പഴയ വസ്ത്രത്തിൽ, ഒരാശാരി പണിക്കാരന്റെ മകന്റെ രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. പരീശന്മാർക്ക് കണ്ടിട്ട് പുച്ഛം തോന്നി.
മഹാപുരോഹിതന് കണ്ടിട്ട് പുച്ഛം തോന്നി. പീലാത്തോസ് ചോദിച്ചു, നീ ദൈവപുത്രനാണ്, നീ രാജാവാണോ? എന്നാൽ ഒരു സംശയവുമില്ല ആർക്ക്? നഥനയേലിന്. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഉറപ്പായി, നീ ദൈവപുത്രൻ, ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ ഉറപ്പിച്ചു. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് വാസ്തവമായിട്ട് മാനവജാതിയെ വീണ്ടെടുക്കാൻ വന്ന ദൈവപുത്രനാണ് യേശു എന്നുള്ളൊരു ബോധ്യമാണ് ഇപ്പോൾ നഥനയേലിന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഈ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇളക്കി മറിക്കാൻ ആർക്കും കഴിയില്ല. ഫിലിപ്പോസിന് കിട്ടിയ ബോധ്യം ഇപ്പോൾ നഥനയേലിന് കിട്ടി. അന്ത്രയോസിന് കിട്ടിയ ബോധ്യം പത്രോസിന് കിട്ടി. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ബോധ്യങ്ങൾ കിട്ടുകയാണ്. എന്നാൽ യേശുവിൻ്റെ കൂടെ ഒത്തിരി പേര് കൂടി. നമുക്കറിയാം, ഒത്തിരി ശിഷ്യന്മാർ, കർത്താവെ നീ എവിടെ പോയാലും, നീ എവിടെ യാത്ര ചെയ്താലും നിന്നെ ഞങ്ങൾ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും ഇടവില്ല. അത് കേട്ടപ്പോൾ കുറേ പേര് പോയി. ഒരുത്തൻ പറഞ്ഞു, കർത്താവെ എൻ്റെ അപ്പനെ ഒന്ന് അടക്കിയോട്ടെ, അടക്കിയിട്ട് വരാം. അപ്പൻ ഇതുവരെ മരിച്ചിട്ടില്ല. അപ്പൻ വീട്ടിൻ്റെ മുമ്പിലിരുന്ന് പേപ്പർ വായിക്കുന്നത് കണ്ടിട്ടാണ് പുള്ളി വന്നത്. അപ്പോൾ പുള്ളിയുടെ ആഗ്രഹം, അപ്പനൊന്ന് ചത്ത് കിട്ടിയിട്ട് വേണം വീട്ടിലെ ആ ഒരു ജോലി ഒന്ന് കഴിച്ചിട്ട് ഞാൻ വരാം. കർത്താവ് അവനോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഈ കുഴിച്ചിടാനായിട്ടും ഒക്കെ ഒത്തിരി പേരുണ്ടെന്ന്. അതായത് അപ്പം മരിച്ചാൽ കുഴിച്ചിടരുതെന്നല്ല, അതൊക്കെ ചെയ്യാനായിട്ട് ഈ സമൂഹത്തിൽ ഒത്തിരി പേരുണ്ട്. നിന്റെ ജോലി മരിച്ചവരെ ജീവിപ്പിക്കുന്ന ജോലിയാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. മരിച്ചവരെ കുഴിച്ചിടാനിടാ കുഞ്ഞ് ഒത്തിരി പേരുണ്ട്. എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന, മരിച്ചാലും ജീവിക്കുന്ന ഒരു ദൗത്യമാണ് സുവിശേഷ വേല. ഈ സത്യമാണ് നിന്റെ ജീവിതത്തിൽ വേണ്ടത്. അതാണ് യേശു ഉദ്ദേശിച്ചത്. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ജീവിതത്തിനൊരു അർത്ഥം കിട്ടുകയാണ്. ഉറപ്പാണ്, നീ ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണെന്നും രാജാവാണെന്നും ഈ രണ്ട് വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മെ ഇളക്കി മാറ്റാൻ ആർക്കും കഴിയില്ല. ഒന്ന്, ദൈവപുത്രൻ, എന്നെ ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിൽ കൊണ്ടുപോകാൻ കഴിയുന്നവൻ. യേശു രാജാവാണ്, ഈ ഭൂമിയിൽ ഭരണം ഏറ്റെടുക്കാൻ കഴിയുന്നവൻ, ഈ ഭൂമിയെ നന്നായി ഭരിക്കാൻ കഴിയുന്നവൻ. അതിൻ്റെ അർത്ഥം, ഭൂമിയിലും സ്വർഗത്തിലും എനിക്കൊരു ജീവിതം തരാൻ മതിയായവനാണ് യേശു ക്രിസ്തു എന്ന ഒരു വെളിപ്പാടിൽ ഒരാൾ ചുവട് വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം ഒരു ഉയർന്ന ചവിട്ടുപടിയിലേക്ക് കയറി പോകുന്നത് പോലെയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഒരു നിർണയം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം. പത്രോസൊക്കെ പറഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ വെറും സാക്ഷികളല്ല, ഞങ്ങൾ അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് യേശുവിന് മഹത്വം ലഭിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ കേട്ടതാണ്. മോശയും ഏലിയാവും യേശുവിനെ കാണാൻ വന്നത് ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ മഹിമ കണ്ടതാണ്. അങ്ങനെയുള്ളവരെ കുലുക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ളവരെ പീഡിപ്പിച്ചാൽ അവർ തോറ്റുപോകില്ല. അങ്ങനെയുള്ളവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അവർ കൂടുതൽ പറയും. കാരണം അവർ മഹിമ കണ്ടവരാണ്, അവർക്ക് വ്യക്തമായി ഉറപ്പ് കിട്ടിയവരാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ഉറപ്പ് ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ യേശു കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് കർത്താവിനെ കുറിച്ചൊരു വലിയ ഉറപ്പ് കിട്ടിയാൽ നിങ്ങളെ കുലുക്കി മറിക്കാൻ ഒരു പ്രതികൂലത്തിനും കഴിയില്ല. പെരുവെള്ളം നിങ്ങളെ മുക്കിക്കളയില്ല, അഗ്നിജ്വാല നിങ്ങളെ ദഹിപ്പിക്കില്ല. ഏത് വിഷയത്തെയും നിങ്ങൾ തോൽപ്പിക്കും. കാരണം നിങ്ങൾക്ക് ഉറപ്പായി യേശു ദൈവപുത്രനാണ്, യേശു രാജാവാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ കേൾക്കുന്ന ഓരോ വചനങ്ങളും, ഇത് കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ ഉറപ്പ്
മാറ്റമില്ലാത്ത നിർണയവുമാകട്ടെ. കേട്ടവരെല്ലാം സൗഖ്യമാകട്ടെ, കേട്ടവരെല്ലാം ശുദ്ധരാകട്ടെ. നദനീലിനെ പോലെ ആ നിഷ്കളങ്കതയിലേക്ക് ഇവർ കയറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി ഇവരിൽ സംഭവിക്കട്ടെ. ഇവർക്കെതിരെ വരുന്ന എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഉയർന്ന കഴുകൻ്റെ ചിറക്, വചനത്തിലൂടെ ഉയർന്ന് പറക്കുന്ന ആത്മീക അനുഭവങ്ങൾ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഈ മക്കൾക്കുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ ഓരോ ദിവസവും കാണാൻ നമുക്ക് ഒരുമിച്ച് വീണ്ടും വീണ്ടും കാണാം. നാളെ ഇതേ സമയത്ത് കാണണം. ഈ മീഡിയ മിനിസ്ട്രിയിൽ നിങ്ങൾക്കും ഒരു പങ്കുകാരായി തീരാൻ മനസ്സില്ലേ? നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിതുകൂടെ? രണ്ടു പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? കാണുന്ന നിങ്ങളും ഈ മിനിസ്ട്രി ചെയ്യുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ച് ഇതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ വലിയ നിക്ഷേപമാക്കാൻ സ്വർഗം ഇടയാക്കട്ടെ. കേൾക്കുന്നവർക്ക് കൂടുതൽ സന്ദേശങ്ങൾ എത്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഭാരിച്ച ഈ മീഡിയയുടെ ചെലവുകൾക്ക് നിങ്ങളുടെ കൂടെ കൈത്താങ്ങൽ ആവശ്യമാണ്. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നാളെ ഈ ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന തുടർന്നുള്ള ദിവസങ്ങളിലും നാളെയും ഇത് തുടരുന്നതാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് നിൽക്കാം. ഗോഡ് ബ്ലെസ് യു.